ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നോട്ട് നമ്മളൊരു പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യണം, ടെക് ടോക്സ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ സ്മാർട്ട് ഫോൺ വേൾഡിലും ടെക് വേൾഡിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും പിന്നെ പല കാര്യങ്ങളും നമുക്ക് നോർമൽ കൺസ്യൂമേഴ്സിന് കൺഫ്യൂസിങ് ആയിരിക്കും ഈ ടെക് വേൾഡിലേക്ക്. അപ്പോഴേ ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് ഫസ്റ്റ് എപ്പിസോഡാണ്. അതിൻ്റെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സ്മാർട്ട് ഫോൺ ഡിസ്പ്ലേയുടെ പീക്ക് ബ്രൈറ്റ്നസ്, അതിനെ പറ്റിയാണ്. ഇപ്പോൾ ഈയിടെയായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ അറിയാം, കമ്പനീസ് ഈ പീക്ക് ബ്രൈറ്റ്നസ്സിനെ ഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്യാണ്. ഈയിടയ്ക്ക് ഇറങ്ങിയ റിയൽമി 60 GTയിൽ 6000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് കമ്പനി പറഞ്ഞത്. പിന്നെ ഈ വർഷം ആദ്യം ഇറങ്ങിയ OnePlus 12 4500 നിറ്റ്സ് ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ നമ്പേഴ്സ് കേൾക്കുമ്പോൾ ആൾക്കാർ നല്ല രീതിക്ക് അട്രാക്റ്റ് ആവും. കാരണം നമ്മൾ ഈ കൂടിയ ഫോൺസ് S24 Ultrയുടെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്ന 2600 നിറ്റ്സ് ആണ്. പിന്നെ iPhone 15 Pro Maxന് വരുന്ന 2000 നിറ്റ്സ് ആണ്. അപ്പോൾ 4500 എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും അയ്യോ ഭയങ്കര കൂടുതലായിരിക്കും, ആ ഒരു രീതിക്കാണ് ആൾക്കാർ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, അതിനെപ്പറ്റി കൂടുതൽ ഞാൻ വീഡിയോയിൽ പറയാം. ഓക്കെ, ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്മാർട്ട് ഫോൺ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് 3 രീതിക്ക് വരുന്നുണ്ട്. ആദ്യത്തെയാണ് ടിപ്പിക്കൽ ബ്രൈറ്റ്നസ്, രണ്ടാമത്തത് ഹൈ ബ്രൈറ്റ്നസ് മോഡ് അല്ലെങ്കിൽ HBM എന്ന് നമ്മൾ അതിനെ പറയും. പിന്നെ മൂന്നാമത്തെയാണ് ഈ കമ്പനീസ് ഭയങ്കരമായിട്ട് അഡ്വർടൈസ് ചെയ്യുന്ന പീക്ക് ബ്രൈറ്റ്നസ്. ഓക്കെ, ടിപ്പിക്കൽ ബ്രൈറ്റ്നസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇൻഡോർ ഇരിക്കുന്നു അല്ലെങ്കിൽ ഭയങ്കര ഹാർഷ് ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഇരിക്കുന്നു, അവിടെ നമ്മൾ ബ്രൈറ്റ്നസ് നമ്മളെ കംഫർട്ട് അനുസരിച്ച് ആ ബ്രൈറ്റ്നസ് ലൈറ്റർ യൂസ് ചെയ്ത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മാനുവലി ആ ഒരു ബ്രൈറ്റ്നസ് സ്ലൈഡറിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ബ്രൈറ്റ്നസ്സിനെയാണ് നമ്മൾ ടിപ്പിക്കൽ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കറിയാം, ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഫോൺ മാറ്റുന്ന ആൾക്കാരെങ്കിൽ അറിയാം. ഇപ്പോൾ ചില ഫോൺസിൽ നമുക്ക് നമ്മളെ കംഫർട്ട് ലെവൽ ഓഫ് ഒരു ബ്രൈറ്റ്നസ് 25% വെച്ചാൽ മതിയായിരിക്കും, വേറൊരു ഫോണിൽ അത് 50% ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ആ ഒരു രീതിക്കാണ്. അത് വരുന്നത് നമ്മുടെ ഈ ഒരു ടിപ്പിക്കൽ ബ്രൈറ്റ്നസിൻ്റെ വ്യത്യാസം കൊണ്ടാണ്. മിക്ക ഫോൺസിൽ ആ ഒരു ടിപ്പിക്കൽ ബ്രൈറ്റ്നസിൻ്റെ വാല്യൂ 600-700 നിറ്റ്സ് ഒക്കെ ആയിരിക്കും. അത് മോർ ദാൻ എനഫ് ആണ്. ചില ഫോൺസിൽ 1000 നിറ്റ്സും വരാറുണ്ട്. ഓക്കെ, അതാണ് ടിപ്പിക്കൽ ബ്രൈറ്റ്നസിൻ്റെ കാര്യം. പിന്നെ അടുത്തതാണ് HBM അല്ലെങ്കിൽ ഹൈ ബ്രൈറ്റ്നസ് മോഡ്. ഇപ്പോൾ ഇൻഡോർ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഭയങ്കര ഹാർഷ് ലൈറ്റ് ഒന്നും ഇല്ലാത്ത സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഔട്ട്ഡോർ ഇറങ്ങി ഭയങ്കര ഉച്ച സമയമൊക്കെ ആണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഓട്ടോ ബ്രൈറ്റ്നസ് ടോഗിൾ എല്ലാവരും ഫോണിൽ ഓൺ ആക്കും. നമ്മൾ ഭയങ്കര ഹാർഷ് സൺലൈറ്റ് ഒക്കെ ആണെങ്കിൽ ഒരു മാക്സിമം വാല്യൂവിൽ അപ്പോഴും തന്നെ നമ്മൾ ആ ഒരു സ്ലൈഡർ എത്തും. ആ ഒരു ബ്രൈറ്റ്നസ്സിനാണ് നമ്മൾ HBM അല്ലെങ്കിൽ ഹൈ ബ്രൈറ്റ്നസ് മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടിപ്പിക്കൽ ബ്രൈറ്റ്നസ് സ്ലൈഡർ നമ്മൾ മാനുവലി ചെയ്യുമ്പോഴുള്ള ബ്രൈറ്റ്നസ്, അതിൻ്റെ ഒരു പീക്ക് വാല്യൂ ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 600-800 നിറ്റ്സ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പക്ഷേ അങ്ങനെയല്ല. നമ്മൾ ഓട്ടോ ബ്രൈറ്റ്നസ് ആ ഒരു ടോഗിൾ ഓൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു മാക്സിമം ബ്രൈറ്റ്നസ്സിലോട്ട് പോകുന്നുണ്ട്. ഈ ഒരു വാല്യൂ മിക്ക ഫോൺസിലും ഇപ്പോൾ ഒരു 1000 നിറ്റ്സിൻ്റെ മുകളിലൊക്കെ ആയിരിക്കും. അതും മോർ ദാൻ എനഫാണ്. 1200 നിറ്റ്സ്, ചിലതിൽ 1600 നിറ്റ്സ് വരാറുണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ OnePlus 12 അതിൻ്റെ HBM വരുന്നത് 1600 നിറ്റ്സ് ആണ്. ഈ ഒരു ബ്രൈറ്റ്നസിനെ പറ്റിയായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ വറീഡ് ആവേണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ ഈ ബ്രൈറ്റ്നസിൻ്റെ ആവശ്യം വരുന്നത് നല്ല വെയിലൊക്കെ ഉള്ളപ്പോഴാണ്. അവിടെയാണ് ഈ HBMൻ്റെ വാല്യൂ വരുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 1000 നിറ്റ്സ് അതിൻ്റെ മുകളിലാണെങ്കിൽ പിന്നെ നിങ്ങൾ വറി ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി അടുത്താണ് സ്മാർട്ട് ഫോൺ കമ്പനീസ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്ന പീക്ക് ബ്രൈറ്റ്നസ്. ഓക്കെ, ഇതെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാമല്ലോ, HDR വീഡിയോസ് കുറേ ഉണ്ട് യൂട്യൂബിലൊക്കെ. പിന്നെ നെറ്റ്ഫ്ലിക്സിലും കുറേ HDR വീഡിയോസ് ഉണ്ട്. അതിന് പക്ഷേ നമുക്ക് കൂടിയ പ്ലാൻ വേണം, ഫോൺ സപ്പോർട്ട് ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യമുണ്ട്. നമുക്കിപ്പോൾ യൂട്യൂബിൻ്റെ കാര്യം എടുക്കാം. ഇപ്പോൾ കോസ്റ്റാറിക്ക അങ്ങനത്തെ കുറേ HDR വീഡിയോസ് ഉണ്ട്. ഇപ്പോൾ സ്പൈഡർമാൻ മൂവീസിൻ്റെ കുറേ ട്രെയിലേഴ്സും അതൊക്കെ HDRലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ HDR വീഡിയോ നിങ്ങൾ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, നിങ്ങൾ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് ആ ടിപ്പിക്കൽ ബ്രൈറ്റ്നസ്സിലാണ് ഇട്ടിരിക്കുന്നതെങ്കിലും ബ്രൈറ്റ്നസ് പെട്ടെന്ന് അങ്ങ് ബൂസ്റ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന ഒരു ബ്രൈറ്റ്നസ്സിനാണ് നമ്മൾ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. നിങ്ങൾ വിചാരിക്കുക ആ സ്ക്രീനിൻ്റെ ഫുൾ പാർട്ടും നമുക്ക് 4500 അല്ലെങ്കിൽ 6000 നിറ്റ്സ് ആവുന്നു. അങ്ങനെയല്ല. ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, ഡിസ്പ്ലേയിൽ തന്നെ കുറേ പിക്സൽസ് കാണും. അപ്പോൾ അതിൽ ഒരു പിക്സലെങ്കിലും ഈ ഒരു 6000 നിറ്റ്സോ 4500 നിറ്റ്സോ വരെയാണെങ്കിൽ തന്നെ കമ്പനീസ് തന്നെ അഡ്വർടൈസ് ചെയ്യും നമ്മളെ ഫോണിൽ ഇത്രയും പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ടെന്ന്. ഓക്കെ, അപ്പോഴിതൊരു ഭയങ്കര ഫാൾസ് മാർക്കറ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. കാരണം ഒരു ചെറിയ പോർഷൻ ഓഫ് ഡിസ്പ്ലേ ആയിരിക്കും അത്രയും ബ്രൈറ്റ് ആവുന്നത്. ഇതിനെ നിങ്ങൾക്ക് നമ്മളെ കാറിൻ്റെ മാക്സിമം സ്പീഡ് അങ്ങനെ ആ രീതിക്ക് നോക്കാം. കാർ മാക്സിമം സ്പീഡ് കൊണ്ട് ആ ഒരു വാല്യൂ അവിടെയുണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഭയങ്കര ബെനിഫിറ്റ് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു പീക്ക് ബ്രൈറ്റ്നസിൻ്റെ ഒരു മാർക്കറ്റ് ഈ ഇടയ്ക്ക് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ വറീഡ് ആവേണ്ട കാര്യമില്ല. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ടിപ്പിക്കൽ ബ്രൈറ്റ്നസ് എന്താണ്, ഹൈ ബ്രൈറ്റ്നസ് മോഡിലെ ബ്രൈറ്റ്നസ് എന്താണ്, പിന്നെ അവർ മാർക്കറ്റ് ചെയ്യുന്ന പീക്ക് ബ്രൈറ്റ്നസ് എന്താണെന്നുള്ളത്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഈ ടിപ്പിക്കൽ ബ്രൈറ്റ്നസ് ഒരു 600-800 നിറ്റ്സ് ഒക്കെ മിക്ക ഫോണിലും കാണും. പീക്ക് ബ്രൈറ്റ്നസ് 1000 നിറ്റ്സിൻ്റെ മുകളിൽ കാണും. ഓക്കെ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. പിന്നെ ഈ പീക്ക് ബ്രൈറ്റ്നസിനെ പറ്റി അത് നോക്കേ വേണം. മെയിൻലി നമുക്ക് ഈ GSM അരീന പിന്നെ ബ്രാൻഡിൻ്റെ തന്നെ ഒറിജിനൽ വെബ്സൈറ്റിൽ അവർ HBM ബ്രൈറ്റ്നസ് എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കാം.
അപ്പോൾ അതിൽ OnePlus 12 ഒരു HBM ബ്രൈറ്റ്നസ് അവർ പറയുന്നത് 1600 നിറ്റ്സ് ആണ്, വിച്ച് ഈസ് മോർ ദാൻ സഫിഷ്യൻറ്റ്, ഒന്നും കൊണ്ടും പറയേണ്ട കാര്യമില്ല. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ GSM വരുന്നത്, അവിടെ നിങ്ങൾക്ക് ഈ ടിപ്പിക്കൽ ബ്രൈറ്റ്നസിൻ്റെ വാല്യൂ കിട്ടും. അത് നിങ്ങൾ ഗൂഗിളിൽ നോക്കി കുറച്ച് സൈറ്റ് കയറുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടും. അത് യൂഷ്വലി 600-800 നിറ്റ്സ് ഒക്കെ ആഡ്, അങ്ങനെ ഭയങ്കരമായിട്ട് വറി ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല. ഓക്കെ, പിന്നെ നിങ്ങൾ യൂട്യൂബ് റിവ്യൂസ് കൂടെ ചെക്കൗട്ട് ചെയ്യുക. ഇപ്പോഴും ഡിസ്പ്ലേസിന് എന്തെങ്കിലും ബ്രൈറ്റ്നസ് കുറവുണ്ടെങ്കിൽ റിവ്യൂസ് ഡെഫിനറ്റ്ലി മെൻഷൻ ചെയ്യും. അപ്പോൾ കഴിഞ്ഞ വർഷം ഇറങ്ങി Pixel 7a ബ്രൈറ്റ്നസ് ബാക്കി ഫോൺസിന് കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി കുറവായിരുന്നു. അത് മിക്ക യൂട്യൂബേഴ്സും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോഴങ്ങനെ നോക്കുക. പിന്നെ ഈ പീക്ക് ബ്രൈറ്റ്നസ് ഭയങ്കര ഒരു സംഭവമായിട്ടൊന്നും എടുത്ത് നോക്കണ്ട. അപ്പോൾ ഈ ബ്രൈറ്റ്നസിൻ്റെ നമ്പർ ഭയങ്കര നമ്പേഴ്സൊക്കെ അവർ പറയുമെങ്കിലും നമ്മുടെ ഐസിന് റിസീവ് ചെയ്യുന്ന ആ ഒരു എമൗണ്ട് എന്ന് വെച്ചാൽ ലോഗരിതമിക് ആയിട്ടാണ് വരുന്നത്. എന്ന് വെച്ചാൽ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭയങ്കര വ്യത്യാസം അറിയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പോൾ 1000 നിറ്റ്സും 2000 നിറ്റ്സും നമുക്ക് കാണുമ്പോൾ ഒന്ന് ഇരട്ടി ബ്രൈറ്റ്നസ് ആയിരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ആ ഒരു ചെറിയ വ്യത്യാസമൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഭയങ്കര വ്യത്യാസമൊന്നും ആയിരിക്കും അറിയത്തില്ല. എന്ന് വെച്ചാൽ ഇരട്ടി ബ്രൈറ്റ്നസ് എന്നുള്ള ആ ഒരു രീതിക്ക് നമുക്ക് അറിയാൻ പറ്റത്തില്ല, വ്യത്യാസം അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പീക്ക് ബ്രൈറ്റ്നസിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ ഇപ്പം റിയൽമിയുടെ R70 Pro അങ്ങനത്തെ മിഡ് റേഞ്ച് ഫോൺസ് 120,000 ഫോണൊക്കെ ഉണ്ട്. അപ്പോൾ അതും എല്ലാം ഇനഫ് ബ്രൈറ്റ്നസ് ആണ്. അങ്ങനെ ബ്രൈറ്റ്നസ് തീരെ കുറവുള്ള ഫോൺസ് ഒന്നും അധികം കാണത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ പീക്ക് ബ്രൈറ്റ്നസ് ആ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് അങ്ങ് ചെന്ന് വീഴാതിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സൈറ്റ്സും യൂട്യൂബ് വീഡിയോസൊക്കെ ചെക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും. ഇതങ്ങനെ ഭയങ്കര ഒരു ബൈൻ ഫാക്ടറിലോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല ഈ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ. HBM ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നിങ്ങൾ 1-2 ഫോൺസിൻ്റെ കമ്പാരിസൺസ് കാണുന്നത് കുറച്ചുകൂടെ ഐഡിയ കിട്ടും. അപ്പോഴേക്ക് ഈ ഫോണിനൊക്കെ അല്ല അതാണ് ബ്രൈറ്റ് എന്നൊക്കെ യൂട്യൂബർ പറയും, കാരണം കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഫോൺസിൽ. ഓക്കെ, അപ്പോൾ ആ രീതിക്ക് നോക്കി അത് കൂടുതലിനെ പറ്റി പറയണ്ട. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.